എന്തായാലും പി വി അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ അതിന്മേലുള്ള തുടർ നടപടികൾ തന്നെയാണ് ഇന്നും പ്രധാനപ്പെട്ട വാർത്തകളായി നിൽക്കുന്നത്. SP സുജിത് ദാസിനെതിരെയുള്ള സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് സംഘത്തിന് സഹായം നൽകിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഡാനി, വളരെ ഗൗരവമുള്ള ഒരു ആരോപണമായിരുന്നു സ്വർണ്ണക്കടത്ത് സംഘത്തെ SP സഹായിച്ചു എന്ന രീതിയിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം, പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത് അന്വേഷണം? കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗമാണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. പ്രിവന്റീവ് കമ്മീഷണർ പത്മാവതിക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഉയർന്നിരിക്കുന്ന ആരോപണം ഈ സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് സംഘത്തിന് സഹായം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇത് മലപ്പുറം അത്തരം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളും സ്വർണ്ണക്കടത്ത് സംഘങ്ങളും ഇതെല്ലാം തന്നെ വ്യാപകമാകുന്നു. കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധിയായ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകകൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലാണ് സംശയകരമായ ചില ചോദ്യങ്ങൾ അതിൽ ഉയർന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ കസ്റ്റംസിന്റെ യോഗം ചേർന്നിരുന്നു. അതിലാണ് ഇതിൽ വിശദമായ ഒരു അന്വേഷണം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. പോലീസും ഇതിൽ ഈ കാലയളവിൽ ചില സ്വർണ്ണവേട്ടകളടക്കം നടത്തുകയും കാര്യങ്ങളുമെല്ലാം സ്വർണം പിടിച്ചെടുക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് ഉണ്ടായിരുന്ന ഒരു അന്വേഷണമാണ് അവർ ആലോചിക്കുന്നത്. സുജിത്ത് കസ്റ്റംസിൽ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിൽ ഇദ്ദേഹത്തിന്റെ സർവീസിന്റെ തുടക്ക കാലയളവിൽ അവിടെ കസ്റ്റംസിലായിരുന്നു. ഈ കാലയളവിൽ നടന്നിട്ടുള്ള ഈ സ്വർണ്ണക്കടത്ത് കേസുകളിലും പ്രാഥമികമായ ഒരു അന്വേഷണം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘത്തിനടക്കം സഹായം നൽകിയിട്ടുണ്ടോ, ഇവരുമായിട്ട് ഏത് രീതിയിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും നിരവധിയായ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ രീതിയിലേക്ക് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കസ്റ്റംസിന്റെ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം വ്യക്തമാക്കിയത്, വിലയിരുത്തിയതെല്ലാം. അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത ദിവസം തന്നെയും ഇവരൊരു അന്വേഷണ സംഘത്തിനടക്കം രൂപം നൽകുകയും ഇതിലേക്ക് അന്വേഷണത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. അതാണ് ഡാനിയും, ഈ സ്വർണ്ണവേട്ട അതിൽ പോലീസ് ഇടപെടുന്നു, അല്ലെങ്കിൽ പോലീസിന് അനുകൂലമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഈ സ്വർണ്ണവേട്ടയിൽ പോലീസ് ഇടപെട്ടത് എന്നുള്ളത് സ്വാഭാവികമായി സാധാരണക്കാർക്ക് മുന്നിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണല്ലോ. നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അന്ന് അൻവർ പറഞ്ഞത്? അശ്വതി, അൻവർ പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ മലപ്പുറം കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന ചില സ്വർണ്ണ കടത്ത് സംഘങ്ങളുടെ ഇടപെടൽ, അവരിൽ പോലീസിന് അതിൽ കൃത്യമായ രീതിയിലൊരു പങ്കുണ്ടായിരുന്നു. ഒപ്പം തന്നെയും ഈ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളിൽ ഇവിടെ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ PV അൻവർ ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രഹസ്യമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. ഇതിൽ വളരെയധികം നിഗൂഢതകൾ അവശേഷിക്കുന്നു. അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ, ഇതെല്ലാം തന്നെയും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, മലബാർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, മലപ്പുറം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമാകുന്നു എന്നതടക്കം നേരത്തെയും നമ്മൾ അത്തരം വാർത്തകളും അത്തരം സാഹചര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാലയളവ് വലിയൊരു സംശയകരമായ ഒരു സാഹചര്യത്തിലടക്കം നിലനിൽക്കുന്നത്. ഇതിൽ ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾക്ക് പോലീസുമായി ബന്ധമുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. സ്വർണ്ണക്കടത്ത് ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം.